ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്നൊക്കെ 30 രൂപ കൊടുത്ത് വാങ്ങുന്ന ഹെയർ ബാൻഡ് നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ 5 മിനിറ്റ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം തുണിയൊന്നും ആവശ്യമില്ല. നമുക്ക് ഏതെങ്കിലുമൊക്കെ ഡ്രസ്സ് തയ്ക്കുന്ന സമയത്ത് അതിന് ബാലൻസ് വരുന്ന തുണി മാത്രം മതി. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു തുണി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഡ്രസ്സ് തയ്ച്ചപ്പോൾ ബാലൻസ് വന്ന തുണിയാണ്. ഈ ഹെയർ ബാൻഡിന് കുറച്ച് അത്യാവശ്യം വീതിയൊക്കെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം വീതി കിട്ടും അത്ര എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത്രയും ഭംഗി കൂടും. ഇനി വീതി ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് നമുക്ക് മടക്കി തയ്ക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് അത്യാവശ്യം വീതിയിൽ എടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കണക്കൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഹെയർ ബാൻഡിൻ്റെ അളവ് എടുക്കുക. നമുക്ക് തലേന്ന് നമുക്കിപ്പോൾ ആർക്കാണ് ഹെയർ ബാൻഡ് തയ്ക്കുന്നത് അവരുടെ തലേന്ന് നമ്മൾ ടേപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് അളക്കുക. ഇപ്പോൾ എക്സാമ്പിൾ 20 കിട്ടിയതെങ്കിൽ ഇതുപോലത്തെ തുണി നമ്മൾ എടുക്കണുണ്ട്. അപ്പോൾ ഇതെടുക്കുമ്പോൾ നമ്മൾ 20 എടുക്കണമെങ്കിൽ അതിൽ 4 ഇഞ്ച് കുറച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു തുണീൻ്റെ നീളം എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 4 കുറച്ചിട്ട് 16 ഇഞ്ചിലെ 2 തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഈ ഒരു മടക്കിയിട്ട് 2 മടക്കാക്കിയിട്ട് അതുപോലെ കണ്ടില്ലേ നമ്മളൊരു തുണി അതുപോലെ 2 മടക്കാക്കിയിട്ട് ഇതിൻ്റെ അറ്റത്ത് കൂടെ ഒന്ന് തയ്ച്ചെടുക്കണം. ഇതിപ്പോൾ ഇതിൻ്റെ അറ്റത്ത് കൂടെ മാത്രം മതി കേട്ടോ. നമ്മൾ ഈ 2 മുകളിലും താഴെയൊന്നും വേണ്ട. ഇവിടെ ഒന്ന് നമുക്ക് ഓപ്പണാണ്. എന്നിട്ട് അത് 2 തുണി ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് 16 ഇഞ്ചിലെ. അപ്പോൾ നമ്മൾ ഹെയർ ബാൻഡിൻ്റെ 2 ഇവിടെ ക്ലോത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ 2 ആക്കി മടക്കും കേട്ടോ. അപ്പോൾ ഒരു ഭാഗം 8ഉം മറ്റു ഭാഗം 8ആയിട്ട് വരും. അപ്പോൾ ടോട്ടൽ 16 ആവും. പിന്നെ നമ്മൾ ഹെയർ ബാൻഡ് ടോട്ടൽ നീളം വേണ്ടത് 20 ആണ്. ബാക്കി 4 നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ 2 തുണി സെറ്റ് ചെയ്യുന്ന രീതി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത് മടക്കിയിട്ട് അതുപോലെ ഈക്വലായിട്ട് മടക്കുക. അതിന് ശേഷം മറ്റേ തുണി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ വന്നിട്ട് ഇത് ഈക്വലായിട്ട് ഇങ്ങനെ മടക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു വലിച്ചു പിടിക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫ്രണ്ട് ഭാഗം വരിക. നമ്മൾ കണ്ടിട്ടുണ്ടാകും ഒരുപാട് ഹെയർ ബാൻഡ് ഇപ്പോൾ കിട്ടാൻ അവൈലബിൾ ആണ്. ഒരു 30 രൂപ ഒക്കെ വെച്ചിട്ട് വരുന്നുണ്ട് ഇതിന് പ്രൈസ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇലാസ്റ്റിക് വേണം. അതുപോലത്തെ ഒരു ഇലാസ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ 4 ഇഞ്ചാണ് നമുക്ക് ഇനി ബാലൻസ് വേണ്ട അല്ലേ. നമ്മൾ ഇലാസ്റ്റിക് എടുക്കുമ്പോൾ 1 ഇഞ്ച് കുറച്ചിട്ട് വേണ്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് 3 ഇഞ്ചിൽ നീളത്തിൽ വന്നിട്ട് ഇലാസ്റ്റിക്. കാരണം ഒന്ന് ടൈറ്റായി നിൽക്കണമല്ലോ ഹെയർ ബാൻഡ്. നന്നായിട്ട് ടൈറ്റും ആവരുത്. അപ്പോൾ 1 ഇഞ്ച് കുറച്ചാൽ മതി. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ തയ്യൽ തുമ്പായിട്ട് ഇങ്ങനെ പോകട്ടെ. ഒരു 1/2 ഇഞ്ച് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇലാസ്റ്റിക് 3 ഇഞ്ചിൽ എടുക്കാം. അതിനുശേഷം ഇലാസ്റ്റിക്കിന് നമുക്ക് മടക്കി തയ്ക്കണം. അപ്പോൾ അതിന് ഒരു 1.5 ഇഞ്ചിലാണ് ഈ ഇലാസ്റ്റിക് വരുന്നത്. അപ്പോൾ 3.5 ഇഞ്ചിലാണ് വീതിയിൽ തുണി എടുത്തിട്ടുണ്ട്. പിന്നെ നീളം പ്രശ്നമല്ല കേട്ടോ. അത് നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഈ ഒരു തുണി ഞാൻ അതുപോലെ മടക്കിയിട്ട് ഇതിൻ്റെ അറ്റത്ത് കൂടെ ഇങ്ങനെ തയ്ച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇനി നമുക്ക് എലാസ്റ്റിക് ഇതിനുള്ളിലൂടെ വെച്ചിട്ട് ഈ അറ്റന്ന് തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വീണ്ടും ഈ തുണി ഇങ്ങനെ ഇലാസ്റ്റിക്കിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഈ ഇലാസ്റ്റിക് ഈ ഒരു അറ്റത്ത് വരിക. എന്നിട്ട് അവിടെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. നമുക്ക് ഈ ഒരു 3 ഇഞ്ചിൽ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ തുണിയിലൊന്ന് തയ്ച്ച് ഇതെല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഹെയർ ബാൻഡ് വരുന്നത്. കണ്ണിലിങ്ങനെ പിടിച്ചും അതിന് ശേഷം ബാക്കിലാണ് നമ്മൾ ഇലാസ്റ്റിക് കൊടുക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് കൊടുക്കുമ്പോൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ കാരണം നമുക്ക് ഇലാസ്റ്റിക് തയ്ക്കണതും അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യം തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാത്ത വിധത്തിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു തുണിൻ്റെ ഇതുപോലെ ഈക്വലായിട്ട് പിടിക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു തുണി ഇങ്ങനെ മാത്രം പിടിച്ചാൽ മതി. അതുപോലെ ഈക്വലായിട്ട് പിടിക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ എലാസ്റ്റിക്കിൻ്റെ ഭാഗം ഈ ഒരു ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതുപോലെ നമ്മൾ ഈ തുണിമ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിലിട്ടിട്ട് തയ്ച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് അതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ ഉള്ളിലേക്ക്. അങ്ങനെ മടക്കണം. എന്നാലേ നമ്മൾ തയ്യൽ തുമ്പൊക്കെ പുറത്ത് കാണാതിരിക്കുള്ളൂ. അതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ഇട്ടിട്ടും തയ്ച്ചെടുത്തിട്ടുണ്ട്. ശേഷം അതങ്ങനെ മറിച്ചിടുമ്പോൾ അതുപോലെയാണ് കേട്ടോ നമ്മളെ പുറം വശം കിട്ടുക. അതിനുശേഷം മറ്റേ നമ്മൾ തുണിയും കൂടി ഇതിൽ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെയർ ബാൻഡ് നമുക്ക് രീതിയിൽ പിടിക്കുക. നമുക്ക് എന്താ വെച്ചാൽ അതിനൊരു ഷേപ്പ് ഉണ്ടാവില്ല. ആ ഷേപ്പിൽ പിടിച്ചിട്ട് നമ്മൾ 2
ഇതും തയ്ക്കുമ്പോഴും 2 വശം ഉൾവശമല്ലേ നോക്കുക, രണ്ടിൻ്റെ പുറവശം സെയിം അല്ലേ എന്ന് നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ജസ്റ്റ് പിടിച്ച് നോക്കുക. എന്നിട്ട് തയ്ക്കുന്നതിന് മുമ്പ് ഇങ്ങനെ മറിച്ചിട്ടിട്ട് രണ്ടിൻ്റെയും പുറവശം ഒരുപോലെ വരുന്നില്ല നോക്കുക. എന്നിട്ട് തയ്ച്ചാൽ മാത്രം മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും ഓപ്പോസിറ്റായി പോയാൽ അത് കാണാനും ഭംഗി ഉണ്ടാവില്ല. പിന്നെ നമുക്കങ്ങനെ പിന്നെ രണ്ടാം പണിയാകും. അപ്പോൾ ആദ്യം ഇങ്ങനെ വെച്ചിട്ട് നോക്കുക. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട എങ്ങനെ വെച്ചാൽ തിരിച്ചറിയെന്ന് വെച്ചാൽ നമ്മൾ നീളത്തിൽ പിടിക്കുമ്പോൾ അതിന് ഷേപ്പ് ഉണ്ടാവുമല്ലോ ഒരു ഹെയർ ബാൻഡിന്. അപ്പോൾ ഇതും സെയിം അല്ലേ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ നിവർത്തി പിടിക്കുമ്പോൾ കണ്ടോ ഇതിൻ്റെയും അതിൻ്റെയും പുറവശം ഒരുപോലെ വന്നിട്ടുണ്ട്. നമുക്കിത് ഇതുപോലെ തയ്ച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് ഇതങ്ങനെ നമ്മൾ മടക്കി തയ്ച്ചതുകൊണ്ടാണല്ലോ ഇങ്ങനെ മടക്കിയതിൻ്റെ തയ്യൽ തുമ്പൊക്കെ ഉള്ളിൽ പെട്ടിട്ടുണ്ട് കണ്ടോ. പുറംവശത്തേക്ക് നമുക്ക് തയ്യൽ തുമ്പ് ഒന്നും കാണാൻ പറ്റില്ല. നമ്മൾ ഫ്രണ്ട് വശം ഇങ്ങനെയാണ് ഹെയർ ബാൻഡിൻ്റെ വരിക, വേക്കതും ഇത് നമുക്ക് തലയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയാണ് കുട്ടികൾക്ക് കാണാൻ. മാത്രമല്ല ഓരോ ഡ്രസ്സിന് നമുക്ക് തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇതുപോലെ ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ്, അധികം ടൈമും ചിലവില്ല. അതുപോലെ ഡ്രസ്സ് നമുക്ക് തുണിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.